ഹലോ, ഓണം അടുത്ത് വരികയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പച്ചടി റെസിപ്പിയാണ് കേട്ടോ അത്. ഇത് പണ്ടത്തെ പോലെ വെള്ളരിക്ക പച്ചടിയോ പൈനാപ്പിളോ മത്തങ്ങയോ ഒന്നുമല്ല, ഇത് മറ്റൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ റെസിപ്പിയുടെ ഹീറോയിൻസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ്. ഒരു പഴുത്ത പഴവും ഒരു ആപ്പിളും. ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് ഞാൻ ഈ ആപ്പിൾ കഴുകിയെടുത്തിട്ടില്ല. ഇനി നമുക്കതിന് പീസാക്കണം, തൊലി കളയണം. തൊലി ഇത് രണ്ടറ്റവും കളയുക, നടുക്കുള്ള കട്ടിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് പതുക്കെ തൊലിയെടുക്കാം. കട്ട് ചെയ്തിട്ട് തൊലി കളയുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. ഓണത്തിന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുമാതിരി നമുക്കെല്ലാം കഷ്ണത്തിൽ നിന്നും തൊലികൾ എടുത്ത് മാറ്റാം. മൊത്തം തൊലിയും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് പ്രത്യേകിച്ച് സൈസൊന്നുമില്ല. വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒത്തിരി വലുതാക്കാത്ത രീതിയിൽ ഇതുമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുമാതിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഈ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓണത്തിനൊന്നും അധികം സമയമൊന്നുമില്ലല്ലോ. അത് നമുക്ക് വേഗം കുക്കറിനെത്തിട്ടൊന്ന് ഒരൊറ്റ വിസിലും അടിച്ചെടുക്കാം കേട്ടോ. പാത്രത്തിലോട്ടും വേവിക്കാം, അത് അല്പം കൂടി സമയം പിടിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ഉപ്പ് ചേർത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് പ്രഷർ കുക്കറിനകത്ത് ഒരൊറ്റ വിസിലങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ സമയം വേവിക്കല്ലേ, പെട്ടെന്ന് വേവുന്നത്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയത്ത് നമുക്ക് ഈ പഴമൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതുമാതിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. ഇനി നമുക്ക് അതിനകത്ത് 2 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ. ലൂസായിട്ടുള്ള എടുക്കരുത്, കട്ട തൈര് എടുത്തിട്ട് നമുക്കൊന്ന് നല്ലമാതിരി അരച്ചെടുക്കാം, പേസ്റ്റാക്കാം. ഇത് അരച്ചെടുത്ത് നല്ല പേസ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ 1/4 ടീസ്പൂൺ കടുകും ചേർക്കുക. ഒരു പച്ചമുളക് ചേർക്കുക. ഇനി അടുത്തതായിട്ട് അല്പം കറിവേപ്പിലയും കൂടി ചേർത്തോളൂ. നല്ല മാതിരി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇതും കൂടി നല്ലതാണ് മരുന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർക്കണം. ഞാൻ 4-5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല മരുന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളൊന്ന് നോക്കാം. നല്ല മരി വെച്ചിട്ടുണ്ട്. അത് ആപ്പിൾ വേഗം ഒത്തിരി സമയമൊന്നും വേണ്ട. ഞാൻ പിന്നെ എളുപ്പത്തിൽ സമയം ലാഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. വേവിച്ചെടുത്ത ആപ്പിൾ നമുക്ക് ആ തേങ്ങ മസാലയിലേക്ക് ചേർക്കാം കേട്ടോ. എല്ലാം കൂടി നമുക്ക് നല്ല മരുന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല തിക്കായിരിക്കണം, എങ്കിലും പച്ചടിക്ക് നല്ല ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് അല്പം ഒന്ന് ഉപ്പ് കൂടി ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ചേർത്തു. ഇനി നമുക്ക് അല്പം കടുക് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാനുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നുറുക്കി വെച്ചിരിക്കുന്ന പഴം നുറുക്കും കൂടി
നമുക്ക് ചേർത്തൊന്ന് ചൂടാക്കാം. പിഞ്ചുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പഴത്തിൻ്റെ മധുരത്തിനൊപ്പം ഉപ്പും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം പെട്ടെന്ന് വേവുന്നതാണല്ലോ. ഇത് ഒത്തിരി എളുപ്പമുള്ള ഡിഷാട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പച്ചടി ഉണ്ടാക്കാൻ അത്ര ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് പഴവും കൂടി ചേർത്താണ് നല്ല ടേസ്റ്റാണ്. ഇത് ആപ്പിളിൽ നിന്ന് നടക്കുന്ന ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി അല്പം തണുക്കാൻ വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ചെറിയ ചൂടിൽ നമുക്ക് ഈ മിക്സറിന് ചേർക്കാം. ആപ്പിളും തേങ്ങായും കൂടെ അരച്ച് വെച്ച് മിക്സറും ചേർക്കാം. ഡയറക്റ്റ് ഗ്യാസിൽ വെച്ച് ചൂടാക്കുവാണെങ്കിൽ ആ തൈര് അങ്ങ് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ആപ്പിൾ കൂടി ചേർത്തുണ്ടാക്കിയ പച്ചടി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഈ പച്ചടി ഉണ്ടാക്കാൻ ഞാൻ വെറും ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട്, സദ്യക്കുള്ള മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.